കർത്തുങ്കുല പാസിനോട് വിട പറഞ്ഞ് കർത്തുങ്കുല ടോപ്പിൽ നിന്നും 17,972 അടിയിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര പറഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. -5 ഡിഗ്രിയാണ് ഇവിടെ സെൽഷ്യസ്. പുറത്തിറങ്ങി 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. ചുണ്ടൊക്കെ ഞങ്ങളുടെ മരവിച്ചു പോയി, ചെവി വേദനിക്കുന്നു, ശരീരം വേദനിക്കുന്നു. കോഴിക്കോട്. ജിതിൻ പി, എത്ര വർഷമായി ഇവിടെ? 1 വർഷമായി. ഇതിന് മുന്നേ എവിടെയായിരുന്നു സർവീസിൽ? ഫോറിനിലായിരുന്നോ? ഓഹോ, ശരി. നമ്മളൊരു വിറവല്ല, നമ്മളൊരു ആടെ ഇപ്പം മരിച്ചു പഠിപ്പ് ശ്വാസത്തിന്റെ ബുദ്ധിമുട്ടേ. അതുകൊണ്ട് ഇനി താഴോട്ട് കുഴപ്പമില്ല, താഴത്തൊക്കെ ഇറങ്ങി നടക്കാം. ഇങ്ങനത്തെ ഇത് ഏറ്റവും കൂടുതൽ ആയിട്ടല്ല ഇവിടെ അധികം കറങ്ങണ്ട. ഇവിടെ എല്ലാ വണ്ടിയിലും ഓക്സിജൻ സിലിണ്ടർ വെച്ചാ നടക്കുക. കാരണം ക്ലൈമറ്റേഷൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച താഴെ നിന്നിട്ടാണ് ഇങ്ങോട്ട് കയറുക. വെള്ളമൊക്കെ കുടിച്ചു കൊടുത്തോളൂ സാറേ. ഓക്കെ, നമുക്ക് ഇങ്ങടെ കാണുമ്പോ ഒരു സന്തോഷം, നമ്മളെ നാട്ടുകാരെ കിട്ടുമ്പോ. ഓക്കെ. കർത്തുങ്കുല പാസിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന മലനിരകൾ, മഞ്ഞുമലകൾ ലോകത്തെ തന്നെ പ്രസിദ്ധമായ സിയാച്ചിൻ മലനിരകളാണ്. സിയാച്ചിൻ ഗ്ലേസിയർ എന്നറിയപ്പെടുന്നു. നോൺ പോളാർ ഗ്ലേസിയറുകളിൽ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്ലേസിയറാണ് സിയാച്ചിൻ മലനിരകൾ, മഞ്ഞുമലകൾ. ഏകദേശം 75 കിലോമീറ്റർ നീളുന്ന മഞ്ഞുമലകളാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നേരെ കർത്തുങ്കുല ടോപ്പിൽ നിന്ന് ഇറങ്ങി താഴെ നുബ്ര വാലി വരെ നീളുന്ന ഗ്ലേസിയറാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉയരം കൂടിയ മിലിറ്ററി സോൺ ഉള്ളത് സിയാച്ചിൻ മേഖലയിലാണ്. ഇവിടെ മിലിറ്ററി ബാരക്കുകൾ കാണാൻ സാധിക്കും. മഞ്ഞുകാലത്ത് ഇവിടെ ഏകദേശം 35 അടിയോളം മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ തണുപ്പ് ടെമ്പറേച്ചർ -60 വരെ പോകുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ലോകത്തെ തന്നെ ഏറ്റവും ഹോൾട്ടസ്റ്റ് ആയിട്ടുള്ള മിലിറ്ററി സോൺ, ബാരക്കുകളുള്ള മിലിറ്ററി സെൻറ്ററുകളുള്ള സ്ഥലമാണ് സിയാച്ചിൻ.
സിയാച്ചിൻ ഗ്ലേസിയർ തന്ത്രപരമായ ഒരു മിലിറ്ററി ഓപ്പറേഷൻസ് പലതും നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. സിയാച്ചിൻ ഗ്ലേസിയർ പിടിച്ചെടുക്കാൻ വേണ്ടി പാകിസ്ഥാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. സിയാച്ചിൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മിലിറ്ററി ഓപ്പറേഷൻസ് നടന്നിട്ടുള്ളത്. 1984 മേഘദൂത് ഓപ്പറേഷൻ, അതിലൂടെയാണ് ഏറ്റവും ആദ്യത്തെ ഇന്ത്യ സിയാച്ചിൻ ഗ്ലേസിയർ പിടിച്ചെടുത്തത്. അതിനുശേഷം പാകിസ്ഥാൻ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി പല പല ശ്രമങ്ങൾ നടത്തുകയും 87 പാകിസ്ഥാൻ പല അറ്റാക്ക് നടത്തുകയും ചെയ്തു. 87 ഓപ്പറേഷൻ രാജീവിലൂടെ വീണ്ടും ഗ്ലേസിയറിലെ പല ഭാഗങ്ങളും ഇന്ത്യ പിടിച്ചെടുത്തു. 89 വീണ്ടും പാകിസ്ഥാൻ പലവിധ അറ്റാക്ക് നടത്തി ഗ്ലേസിയറിന്റെ പല ഭാഗങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 1999 കാർഗിൽ വാറിൽ കാർഗിൽ അറ്റാക്ക് ചെയ്യപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ കാർഗിൽ വിട്ടുപോകുമ്പോൾ അവർ വിശ്വസിച്ചിരുന്നത് സിയാച്ചിൻ മേഖല ഇന്ത്യ തിരിച്ചു കൊടുക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ കൂടുതൽ സൈന്യത്തെയും ഔട്ട് പോസ്റ്റുകളും മിലിറ്ററി ക്യാമ്പുകളും സിയാച്ചിനിൽ ആരംഭിക്കുകയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റിലെ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു ഏരിയയാണ് സിയാച്ചിൻ ഗ്ലേസിയർ എന്നറിയപ്പെടുന്ന സ്ഥലം. ഇത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് മിലിറ്ററിയെ സംബന്ധിച്ച്. ഇന്ത്യയിൽ ഏതാണ്ട് 30ഓളം ഗ്ലേസിയറുകളുണ്ട്. വലിയ വലിയ ഗ്ലേസിയറുകൾ. അതിൽ ഗംഗോത്രി ഗ്ലേസിയർ ഉത്തരാഖണ്ഡിലെ വലിയ ഒരു ഗ്ലേസിയറാണ്. എന്നാൽ ഏറ്റവും വലിയ ഗ്ലേസിയർ സിയാച്ചിൻ ഗ്ലേസിയർ തന്നെയാണ്. 75 കിലോമീറ്റർ നീളുന്ന ഗ്ലേസിയറാണ് സിയാച്ചിൻ ഗ്ലേസിയർ. ഇത് കാരാക്കോരം മൗണ്ടൻ റേഞ്ചസിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിയാച്ചിൻ എന്ന വാക്കിന് അർത്ഥം തന്നെ സിയ എന്ന് പറഞ്ഞാൽ റോസസ് എന്നാണ്. അതുപോലെ തന്നെ ചിൻ എന്ന വാക്കിനർത്ഥം അബണ്ടൻസ് എന്നാണ്, സമൃദ്ധി എന്നാണ്. അപ്പോൾ അബണ്ടൻസ് ഓഫ് റോസസ് എന്നാണ് സിയാച്ചിൻ എന്ന വാക്കിന് തന്നെ അർത്ഥം.
സിയാച്ചിൻ ഗ്ലേസിയർ കടന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് നുബ്ര വാലി. 2 നീണ്ട മലനിരകളുടെ ഇടയിലുള്ള വിശാലമായ വാലിയാണ് നുബ്ര വാലി. ഇത് സിയാച്ചിൻ മലനിരകളുടെ ഗേറ്റ് ഓഫ് സിയാച്ചിൻ ഗ്ലേസിയർ എന്നാണ് നുബ്ര വാലി തന്നെ അറിയപ്പെടുന്നത്. ലഡാക്കിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് നുബ്ര വാലി. ഇതിനെ ദ വാലി ഓഫ് ഫ്രൂട്ട്സും വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ദ ഓർച്ചിഡ് ഓഫ് ലഡാക്ക് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആപ്രിക്കോട്ട് തോട്ടങ്ങൾ, ഫ്രൂട്ട്സിന്റെ മറ്റ് തോട്ടങ്ങൾ ഒക്കെ നിറയെ കാണാവുന്ന ഒരു സ്ഥലമാണ് നുബ്ര വാലി. നുബ്ര വാലിയിൽ ഒരുപാട് സാൻഡ് ഡ്യൂൺസ് ഉണ്ട്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒരുപാട് വന്ന് കാണുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ കോൾ ഡെസേർട്ട് ആണ്. നുബ്ര വാലിയുടെ ഒഴുകുന്ന നദിയുടെ പേരാണ് ഷിയോക്ക് നദി. ഇത് ഇൻഡസ് നദിയുടെ ഒരു ഭാഗം തന്നെയാണ്. സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്നാണ് ഇത് ആരംഭിക്കുന്നത്. ഇത് പിന്നീട് ഷിയോക്ക് നദി പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകുന്ന ഒരു നദിയാണ്. പ്രസിദ്ധമായ നുബ്ര വാലി. നുബ്ര വാലിയിലെ ഷയോക്ക് നദിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വെള്ളമൊക്കെ വളരെ കുറഞ്ഞു, നിസ്സാര വെള്ളമുള്ളൂ. ഇപ്പം ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു ഒഴുകുന്ന സ്ഥലമാണ്. നല്ല ഉരുളൻ കല്ലുകൾ പുഴയുടെ അടുത്തിട്ടാണ്. ഇതൊരു പുതിയൊരു വഴി ഉണ്ടാക്കിയേക്കാണ്. വഴിയെന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു എങ്ങനെയാണ്. അതൊരു നുബ്ര വാലിയാണ്. നീണ്ടു നിവർന്ന് കിടക്കുന്ന, കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന 2 മലകളുടെ ഇടയിലുള്ള വഴിയാണ്. നടുവിലൂടെയാണ് നമ്മൾ പോണത്.
നുബ്ര വാലിയിൽ പുതിയ റോഡുകളൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയ വഴി നുബ്ര വാലിയിലൂടെ ഇട്ടിരിക്കുകയാണ്. അതൊക്കെ താൽക്കാലിക പാലങ്ങളാണ്. ഫിയോക്ക് നദിയുടെ ചെറിയ ചെറിയ കൈത്തോടുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരുപാട് താൽക്കാലിക പാലങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇതുവഴിയാണ് തുർത്തുക്കിലേക്കും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള വഴിയാണത്. നമ്മുടെ യാത്ര ഇപ്പോൾ നുബ്ര വാലി കടന്ന് ഹണ്ടർ എന്ന ചെറിയൊരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. വാലിയിലുള്ള ഒരു ടൗണാണ്. ഇന്ന് നമ്മൾ നേരെ തുർത്തുക്കിൽ പോയി തിരിച്ച് ഹണ്ടറിൽ തന്നെ എത്തിച്ചേരും. ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ചെറിയൊരു വില്ലേജാണ്. രണ്ട് സൈഡും പർവ്വതങ്ങളുടെ നിരയാണ്, മലനിരകളാണ്. അതിനിടയിലുള്ള ഒരു വാലിയാണ്. ഇതാണ് ഹണ്ടർ. മനോഹരമായ ഒരു ചെറിയൊരു ടൗൺ. തുർത്തുക്കിലേക്ക് ഇവിടുന്ന് ഏതാണ്ട് 82 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 2 മണിക്കൂർ സമയം. ഞങ്ങളൊരു 4:45 ആകുമ്പോൾ എത്തും.
ബൈക്കേഴ്സ് വരുന്ന പോപ്പുലർ ആയിട്ടുള്ള റൂട്ടാണ് തുർത്തുക്ക് പാങ്കോങ് വാലി റൂട്ട്. പക്ഷെ ഏപ്രിൽ മാസത്തിൽ ബൈക്കേഴ്സ് ഒക്കെ വളരെ കുറവാണ്. ഞങ്ങൾ പോകുമ്പോൾ 1-2 ഗ്രൂപ്പുകൾ മാത്രമാണ് ഞങ്ങൾ കണ്ടത്. പലരും ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ബൈക്കേഴ്സ് ആണ്. ചിലരൊക്കെ ലഡാക്കിൽ നിന്ന് വരുന്നവരുണ്ട്. ബൈക്കേഴ്സിന് ലേയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈക്കുകൾ കിട്ടുകയും അവിടെ നിന്ന് ബൈക്ക് കൊണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരാനൊക്കെ സാധിക്കും. അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരാം. അപ്പൊ നാട്ടിൽ നിന്ന് തന്നെ ബൈക്ക് ഓടിച്ച് വരണമെന്നില്ല, ഇവിടുന്ന് ബൈക്സ് അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ലേയില് മലയാളികളായ ചിലര് നടത്തുന്ന ചില ഏജൻസികളുണ്ട്. അവിടെ കേരള ഹൗസ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബൈക്കേഴ്സിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബൈക്കുകൾ ഉപയോഗിച്ച് ബൈക്കുകൾ എടുത്ത് ഇവിടെ ചുറ്റി തിരിച്ചു പോകാം. ബൈക്കേഴ്സ് മുമ്പ് അതിന്റെ കൂടെ തന്നെ ബൈക്കിന്റെ ഇവിടുത്തെ ലോക്കൽ ഒരു സപ്പോർട്ടിങ് സ്റ്റാഫ് വണ്ടിയിലുണ്ടാവും. ബൈക്കിന്റെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ മെക്കാനിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ സഹായിക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ബൈക്കേഴ്സ് ഈ വഴികളൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഏപ്രിൽ മാസം അതിന് ബൈക്കേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മാസമല്ല. റൈഡേഴ്സിന് പ്രത്യേകിച്ച് ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ഏപ്രിൽ കഴിഞ്ഞ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളൊക്കെയാണ് ബൈക്കേഴ്സിന് ഏറ്റവും പറ്റിയ സമയം. പല സ്ഥലങ്ങളും വൈൽഡ് ഫോറസ്റ്റ് കൂടിയാണ്. മരങ്ങളൊന്നും ഇല്ലെങ്കിലും ഡെസേർട്ട് ഫോറസ്റ്റുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ആനിമൽസ് ഒരുപാട് കാണുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ കണ്ടിട്ടുള്ളത് കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കഴുതകളുണ്ട്, അതുപോലെ തന്നെ ഡിയർ, മാൻ, പലതരത്തിലുള്ള മാനുകള് ഒക്കെ കാണാൻ സാധിക്കും. അതൊന്നും ഇവിടുത്തെ ആളുകള് വളർത്തുന്നതല്ല. ഇതെല്ലാം ഈ വൈൽഡ് ആനിമൽസ് കൂട്ടത്തിൽ പെടുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ കോൾ ഡെസേർട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നുബ്ര വാലിയിലൂടെ കടന്നു പോകുന്ന ഈ വഴികളിലൊക്കെ അനേക സ്ഥലങ്ങളിൽ കുതിരക്കൂട്ടങ്ങള്, ഒട്ടകത്തിന്റെ കൂട്ടങ്ങള് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വെള്ളത്തിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ പുഴയുടെ തീരത്തൊക്കെ ആയിട്ട് അനേകം മൃഗങ്ങളെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ നുബ്ര വാലിയും കടന്ന് ഞങ്ങൾ തുർത്തുക്ക് എന്ന വില്ലേജിലേക്ക് എത്തിയിരിക്കുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിൽ ഒരു ഗ്രാമമാണ് തുർത്തുക്ക്. നേരത്തെ ഇത് അവസാനത്തെ വില്ലേജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇതിന് ശേഷം 2 വില്ലേജ് കൂടി ഉണ്ടെന്ന് ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ മാറി ഒരു തൈഖാഷി എന്നറിയപ്പെടുന്ന ഒരു വില്ലേജ് ഉണ്ട്. അതിനുശേഷം അവസാനത്തെ വില്ലേജ് ഒരു തങ് എന്നറിയപ്പെടുന്ന ഒരു വില്ലേജ് കൂടി ഉണ്ട്. അതാണ്
പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന വില്ലേജ്. അവിടെയാണ് ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലുള്ള റോഡുകളെല്ലാം, നോർത്ത് വെസ്റ്റിലെ റോഡുകളെല്ലാം അവസാനിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. ഞങ്ങളിപ്പോ തുർത്തുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ബൈക്കേഴ്സ്, ട്രാവലേഴ്സ് വരുന്നവരെല്ലാവരും തുർത്തുക്കിലൂടെ വന്ന് ലാസ്റ്റ് വില്ലേജ് കണ്ടിട്ടാണ് പോകാറുള്ളത്. Thanga. No trespassing. Welcome to border village Thang. Last village of India. Distance 3.5 kilometers. ഇതാണ് ഏറ്റവും ലാസ്റ്റ് വില്ലേജ്. Thang. തങ് വില്ലേജിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റിലെ ഏറ്റവും അവസാനത്തെ വില്ലേജാണ് തങ് വില്ലേജ്. ലാസ്റ്റ് വില്ലേജും കഴിഞ്ഞ് ഇന്ത്യയുടെ വഴി റോഡ് അവസാനിക്കുന്ന സ്ഥലമാണ്. തങ് ലുങ്ക എന്നറിയപ്പെടുന്ന സ്ഥലത്തിൽ റോഡ് അവിടെ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ പാകിസ്ഥാനിനെ കാണാൻ പറ്റും, പാകിസ്ഥാൻ വില്ലേജുകളെ കാണാൻ പറ്റും. ഇത് ഇന്ത്യയുടെ അവസാനത്തെ റോഡ് അവസാനിക്കുന്ന പോയിൻ്റാണിത്. ഇവിടെ റോഡ് അവസാനിക്കുകയാണ്. റോഡ് ഇങ്ങനെ കയറി വന്ന് റോഡ് അവസാനിക്കുന്നു. നമ്മുടെ വണ്ടി അതാ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഇന്ത്യയുടെ വഴി അവസാനിക്കുന്ന സ്ഥലത്ത് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുന്നു. Proudly standing at Thang, the northernmost village of India. You are under enemy observation. I love my India.
ദൂരെ ഓറഞ്ച് കളർ കാണുന്നത് ഇന്ത്യയുടെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിന് ശേഷം കാണുന്ന മൈതാൻ, ഗ്രൗണ്ട്, നോ മാൻസ് ലാൻഡ്, ഇന്ത്യയുടെ നോ മാൻസ് ലാൻഡ്. അതിനപ്പുറം ഒരു പുഴ കാണാം. ആ പുഴ ഷയോക്ക് പുഴ പാകിസ്ഥാനിലേക്ക് ഒഴുകി പോകുന്നു. അതിനപ്പുറത്തുമുള്ള മൈതാൻ പാകിസ്ഥാന്റെ നോ മാൻസ് ലാൻഡ്. അതിനപ്പുറം ഗ്രീനറി, അഗ്രികൾച്ചർ ഇൻ പാകിസ്ഥാൻ. അതിന് മേലെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട് മലയുടെ അരികത്തോടെ. ആ റോഡിനപ്പുറം കുറച്ച് ഗ്രീനറിയും കുറച്ച് വീടുകളും കാണാം. അതാണ് പാനോക്ക് എന്നറിയപ്പെടുന്ന പാകിസ്ഥാനിലെ അവസാനത്തെ വില്ലേജ്. നമുക്ക് ബൈനോക്കുലറിൽ നോക്കി ഇത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പരിധിവരെ നമുക്ക് നോക്കാൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ, ക്യാമറയിലും കാണാൻ പറ്റുള്ളൂ. ബൈനോക്കുലറിൽ നമുക്കൊരു 50 രൂപ കൊടുത്താൽ ഒരാൾക്ക് കാണാൻ സാധിക്കും. അത് മനോഹരമായൊരു കാഴ്ചയാണ്.